ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? അപ്പോൾ ദേ ഇന്ന് നമുക്ക് ഉച്ച മുതലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ മുതൽ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ, പക്ഷേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഉച്ച മുതൽ അങ്ങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ 1K ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വലിയ സന്തോഷമുണ്ടേ. എത്രയും എന്നെ മുന്നോട്ട് കൊണ്ടുവന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ വേണേ. അപ്പോൾ ദേ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്ന, ഉള്ളിത്തീയലേ. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉള്ളിത്തീയലെന്ന് തന്നെയാണോ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ ഇതിന് ഉള്ളിത്തീയലെന്നാണ് കേട്ടോ പറയുന്നത്. ഉള്ളിത്തീയലിൻ്റെ അരപ്പാണ് കേട്ടോ ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന. തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുവേ. തേങ്ങയും ഉള്ളിയും ആദ്യം വറുത്തിട്ടാണ് കേട്ടോ പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുഞ്ഞുള്ളിയാണ്. ഇവിടേക്ക് വലിയ കുഞ്ഞുള്ളിയാണ് കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത്. ഞാൻ കുഞ്ഞുള്ളിക്കൊക്കെ ഇവിടെ തീ പിടിച്ച വിലയാണ് കേട്ടോ. നല്ല റേറ്റാണ്. 1 കിലോ 30 റിയാല്, 20 റിയാല്, 25 റിയാലൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ ഞാൻ പോകുമ്പോൾ ഒരു 10-15 ഉള്ളിയൊക്കെ ഇങ്ങനെ അങ്ങനെ ഓഫർ കാണുമ്പോൾ അങ്ങനെ അങ്ങ് എടുത്തുകൊണ്ടിടും കേട്ടോ. അങ്ങനെയാണ് ഇത്രയും ഉള്ളിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതേ ഉള്ളി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് വലിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ തൊലി കളഞ്ഞെടുക്കാൻ നല്ല സിമ്പിളായിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഞാനിതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കും കേട്ടോ. ഈ ഉള്ളി വഴട്ടത്തില്ലേ, അപ്പോഴും വെളുത്തുള്ളിയും കൂടെ ചേർക്കും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തീയലിൽ നിന്ന് ആ വെളുത്തുള്ളിയുടെ കഷ്ണം പറക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണേ. പിന്നെ ഈ തീയൽ വെക്കുമ്പോൾ ഏറ്റവും പണിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഉള്ളി തൊലിപ്പാണ് കേട്ടോ. ഈ ഉള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാൻ എത്ര നേരം നിൽക്കണമെന്നറിയോ? അതും ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ കുറേ ടൈം അങ്ങ് പോകും കേട്ടോ. പക്ഷേ ഇത് വലിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദേ വെളുത്തുള്ളിയുടെയും കുഞ്ഞുള്ളിയുടെയും ഒക്കെ തൊലി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആരാണെന്നോ? എൻ്റെ മോനാണ് കേട്ടോ, ആദൂസ്. അപ്പോൾ ദേ അവ എനിക്ക് പച്ചമുളകും തക്കാളിയും ഒക്കെ കഴുകി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് കട്ടാക്കിയിട്ട് വെക്കുവാണേ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യാവേ. ഈ തക്കാളി നല്ല പച്ച തക്കാളി ആയിരുന്നു കേട്ടോ. പച്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും എന്താ പറയുന്നത്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന തക്കാളി എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഞാനതിനെ നമ്മുടെ നാട്ടിൽ പൊരിക്കാൻ വെക്കുക എന്ന് പറയും കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്നും കൂടെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്ത് വെക്കും കേട്ടോ. അങ്ങനത്തെ അത് പൊരിക്കാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ 2 ടൈപ്പ് ചോറ് വെക്കുവേ. എനിക്ക് ബസ്മതി റൈസാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ അത് വെച്ചിട്ട് ചോറ് വെക്കും. അല്ലാണ്ട് റോസരിയിൽ ബാക്കിയുള്ളവർക്കൊക്കെ ചോറ് വെക്കുവേ. അപ്പോൾ അത് 2 ടൈപ്പ് ചോറും ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉള്ളിത്തീയലിനുള്ള പരിപാടികൾ നോക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറാണ് എടുത്തത്. വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കാര്യം ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നല്ല കട്ടിക്കിരിക്കുവാണ്. എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തത്. ഇനി അതിലേക്ക് കടുകൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാമേ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും കരിയപ്പലയും കൂടി ഇട്ട് കൊടുക്കാം. കാര്യം ഉള്ളിയിൽ നനവുള്ളത് കൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ദൂരോട്ട് നിന്നിട്ടാണ് ഇട്ട് കൊടുത്തത്. ആ ഒരു പൊട്ടലൊക്കെ മാറിയിട്ട് നമുക്ക് അടുത്തോട്ട് നിൽക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കായിരിക്കണം നമ്മൾ അരപ്പ് അരച്ചുകൊണ്ട് വരാൻ പോകുന്ന ടൈം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇത് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇവിടെ മൺചട്ടി ഞാനിപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന 2ഉം പൊട്ടിപ്പോയി കേട്ടോ. അപ്പം എനിക്ക് മൺചട്ടി ഇല്ല സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാവേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ഞാനിതിൽ ചേർക്കുവേ. അപ്പോഴാണ് നമ്മുടെ തീയൽ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി ദേ നമ്മുടെ തക്കാളിയില്ലേ, തക്കാളിയും കൂടെ നമ്മുടെ ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതും കൂടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കത്തിരിക്കയില്ലേ, നമ്മുടെ ബ്രിഞ്ചൽ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് തീയലുണ്ടാക്കിയെടുക്കാം. ഇവിടെ ഉള്ളി തീയലാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം പുളിയും ഈ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അത്ര അരഞ്ഞില്ലായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു. ഇപ്പം ദേ ഫൈനായിട്ട് എനിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വഴണ്ട് വന്ന തക്കാളി ഉള്ളിയൊക്കെ ഇല്ലേ, അതിലേക്ക് ഇതേ ഒരു അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെക്കുന്ന മുമ്പേ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളണം കേട്ടോ. ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളി വഴറ്റിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പോരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാവേ. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിനി മീനിൻ്റെ പരിപാടി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കൊഞ്ചാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. കൊഞ്ചെന്നോ ചെമ്മീനെന്നോ ഒക്കെ പറയാൻ കേട്ടോ. നമ്മുടെ നാട്ടിൽ കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിത്തി വെള്ള കൊഞ്ചാണേ, വലിയൊരു കൊഞ്ചാണ് കേട്ടോ. അപ്പം ഇതിനെ കറി വെച്ചാലൊന്നും ഇവിടെ അങ്ങനെ ആർക്കും പോകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ മസാലകളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടൊരു ഫ്രൈ കേട്ടോ, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഞാനതിൻ്റെ തല കളയുവേ. തലേന്ന് വെച്ചാൽ അതിൻ്റെ ആ തലയുടെ ഭാഗത്തുള്ള തോട് കളയും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ മസാലയൊക്കെ പുരട്ടത്തില്ലേ, ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ കയറി കൊണ്ട് മുറിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു തലയുടെ ഭാഗത്തിരിക്കുന്ന ആ തോടങ്ങിളക്കി കളയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ നരമ്പും ഒക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാമേ. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുമെന്ന്. ആൾ ഇടയ്ക്കിടയ്ക്ക് കുരുത്തക്കേടൊക്കെ കാണിക്കും കേട്ടോ. മീനിൽ തൊട്ടത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, അതാണ് ഞാനവിടെ സ്റ്റക്കായിട്ട് നിന്നതേ. പിന്നെ ഈ വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പുള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അധികം പണക്കാനും നിൽക്കത്തില്ല കേട്ടോ. അങ്ങനത്തെ ഞാൻ കൊഞ്ചൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് അതിന് മസാലയൊക്കെ പുരട്ടി വെക്കാം.
അതിന് വേണ്ടിയിട്ട് വലിയ മസാലകളൊന്നുമില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല, ഉപ്പ്. പിന്നെ ഞാൻ ഒരു സാധനം ചേർക്കാനായിട്ട് മറന്നുപോയതാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച് ചേർക്കണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുപോയി കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഓർത്തത്, അല്ലാ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തില്ലല്ലോ എന്നേ. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ഞാൻ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് തിരുമ്മി വെക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഹെൽപ്പ് ചെയ്യുമെന്ന്, കണ്ട് എനിക്ക് ഉപ്പൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ കേട്ടോ എന്ന് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ എത്രത്തോളം പറയണ്ടെന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അറിയാണ്ടങ്ങ് വന്നു പോകുന്നതാണേ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. നമുക്ക് കൊഞ്ച് മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അവിയലോ ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അവിയലുണ്ടാക്കാമെന്ന്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അതേ വാങ്ങിച്ചതിരുന്ന് പഴുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പഴുത്തിട്ടില്ല, പുറം മാത്രം ഇങ്ങനെ മഞ്ഞ കളറായി വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതിനെ ഇന്ന് തന്നെ വെച്ചില്ലെങ്കിൽ പിന്നെ അതിരുന്ന് പഴുത്തു പോവും. അങ്ങനെ ഞാനതിനെ സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ അരിഞ്ഞ്. പിന്നെ ഈ ഒരു കത്തിയില്ലേ, അടിപൊളി ഒരു കത്തിയാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ ഒരു കത്തിയാണേ. നല്ല മൂർച്ചയാണ് കേട്ടോ ഈ ഒരു കത്തിക്ക്. കട്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറുത്തു പോയി. അതുകൊണ്ടാണ്. ഈ ഒരു വഴുതനങ്ങനെ പകുതിയുള്ളേ, ബാക്കി ഞാൻ സാമ്പാറിന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഇട്ട വഴുതനങ്ങയാണ് കേട്ടോ. ഇനി നമുക്കിതിനെ അവിയലും കൂടെ ആക്കാം. അതും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കഴുത്തങ്കയാണേ. ഓരോ നാട്ടിൽ ഓരോന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കഴുത്തങ്ക എന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കറിയത്തില്ല ഇതിനെ എല്ലായിടത്തും എങ്ങനെയാണ് പറയുന്നതെന്നേ. അപ്പോൾ ഇതേ കഴുത്തങ്കയും കൂടെ ഞാൻ അവിയലിൽ ചേർക്കും. പിന്നെ മത്തനും കൂടെ ഇടും. നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും അവിയലിൽ പോകുമല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെയായിരുന്നേ. അപ്പോൾ അതൊക്കെയാണ് ഞാനിടാൻ പോകുന്നത്. അങ്ങനെ കഴുത്തങ്കയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പിന്നെ ഇടുന്നത് ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അതും ഞാൻ സാമ്പാറിനെടുത്തതിൻ്റെ ബാക്കി ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ ഇട്ടതായിരുന്നു കേട്ടോ. അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മത്തനും, അതും കൂടെയാണ് എൻ്റെ അവിയൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ വെട്ടുകൾ.
അങ്ങനെ ഇതേ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാവേ. ചെറിയ തീയുള്ള ഒരു ഗ്യാസ് അടുപ്പാണേ. അപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇതിനകത്താണ്, ഈ ഒരു അടുപ്പിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ അവിയലിലേക്ക് ഇടാനുള്ള സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കാമേ. അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ അവിയലിൽ. അവിയലിൽ ഞാൻ വെള്ളവും നമ്മുടെ അവിയലിൻ്റെ കഷ്ണമില്ലേ അതും ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പച്ചമുളകും പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അരക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ദേ ഞാൻ ആ അരപ്പും കൂടെ ഈ അവിയലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാവേ.
അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഇത് ആ ഒരു ക്യാമറയുടെ കളറിൽ അങ്ങനെ തോന്നുന്നതാണ്. നമ്മുടെ മസാലയൊക്കെ മൊരിഞ്ഞ് വരുന്ന ആ ഒരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരടുപ്പിൽ നമ്മുടെ കൊഞ്ചും ഒരടുപ്പിൽ നമ്മുടെ അവിയലും റെഡിയാവുന്ന ടൈമിൽ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞുള്ളിക്കൊക്കെ ഇവിടെ അപാരമായ വിലയാണേ. അതുകൊണ്ട് ഈ കുഞ്ഞുള്ളി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും. എനിക്ക് ഈ മുട്ട പൊരിച്ചതിൽ ഉള്ളി ഒരുപാട് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളി ഞാൻ ആവശ്യത്തിൽ കൂടുതൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞതായിട്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാം. അപ്പം നമ്മുടെ അവിയൽ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അവിയലിൽ ഒരുപാട് ഇങ്ങനെ വെന്തുടയുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവേ. പക്ഷേ ഇവിടെ അവിയൽ ഒരുപാട് വെന്തിങ്ങനെ ഉടയുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുവാണേ. പിന്നെ മുട്ട വറുക്കാൻ അതാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഉള്ളിയും പച്ചമുളകും പിന്നെ ഞാൻ രാധേ ഒരു സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുവേ. അപ്പോൾ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടയ്ക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എത്ര കറികളുണ്ടെങ്കിലും ഒരു മുട്ട വറുത്തത് മാത്രം മതിയല്ലേ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എത്രയൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും അല്ലേ. ഈ ഒരു മുട്ട പൊരിക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ മുട്ട ഒന്നിച്ച് പൊരിച്ചിട്ട് ഇങ്ങനെ പീസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മുട്ട ഒഴിച്ചു കൊടുക്കുവാണേ.
ഫൈനലി നമ്മുടെ ഉച്ചയ്ക്കുള്ള എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. മുട്ട വറുത്തതും അവിയലും ഉള്ളിത്തീയലും കൊഞ്ചും പിന്നെ ഒരല്പം കട്ട തൈരും കൂടെ കേട്ടോ. എല്ലാം കൂടെ കഴിച്ചിട്ട് ഇനി വൈകിട്ടത്തേക്ക് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ അടുത്തുള്ളൊരു മോളിൽ വലിയ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങോട്ടത്തേക്കുള്ള യാത്രയിലാണേ. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. വീഡിയോ കണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടെ ഷോപ്പിംഗ് മാളിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാവേ. അപ്പോൾ 1K ആവാനായിട്ട് എന്നെ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നേ. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് മാളിനുള്ളിൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ കമൻറ്റും ലൈക്കും ഒക്കെ പോരട്ടെ കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഹാങ് ലൈറ്റൊക്കെ കാണാനായിട്ട്. ഇത് നമ്മൾ ഒരു മോളിലേക്കാണ് കേട്ടോ വന്നത്. നല്ല രസമാണ് ഈ മോള്. ഫുള്ള് ഒഴിഞ്ഞു കിടക്കുവാണെന്നൊന്നും വിചാരിക്കേണ്ട, ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഫുഡ് കഴിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ, അടിപൊളി ഷോപ്പുകളുണ്ട്. ഇന്നൊന്നും വാങ്ങിക്കാനൊന്നും അല്ല കേട്ടോ വന്നത്, ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ നോക്കി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലക്ഷ്യം, അല്ലാതെ ഒന്നും വാങ്ങിക്കുക എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല ഭയങ്കര കളറുള്ള ഡ്രസ്സുകളായിരിക്കും അല്ലേ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ഇങ്ങനത്തെ എന്താ പറയുന്നത് കളറ് കുറഞ്ഞ, എന്നാലും ഒരു വാക്ക് പറയുമല്ലോ, മറന്നുപോയി കേട്ടോ സംഭവം, ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞുതരാവേ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലായിട്ട് കാണുന്നത്. കളർഫുൾ ഡ്രസ്സുകളൊക്കെ അധികം കുറവാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് റേറ്റും, നല്ല റേറ്റാണ് കേട്ടോ. പക്ഷെ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണേ. ഇതൊരു അബായാണ് കേട്ടോ, ടോപ്പ്, പാൻറ്റ്, പിന്നെ അബായയും കൂടെ മുകളിൽ വരും കേട്ടോ. നല്ല രസമുള്ളൊരു ഫുള്ളൊരു സെറ്റാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനും. എനിക്ക് കൂടുതലും ഈ കുഞ്ഞു പെൺകുട്ടികളില്ലേ, അവരുടെ ഡ്രസ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കാണാനും നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാണേ. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ടിട്ട് തന്നെ വിൻ്ററിൻ്റെ കൂടുതൽ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നേ. ഇനി ആൺകുട്ടികളുടെ ഡ്രസ്സ് കാണിച്ചില്ല എന്ന് വേണ്ട, ഈ ഒരു ഷർട്ടൊക്കെ കണ്ടോ. എനിക്കിത് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ഷർട്ടായിരുന്നേ അത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് യെല്ലോ കളറേ, ഇത് വൈറ്റ് ഒന്നും അല്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളർ ഷർട്ടാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് 260 റിയാലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഷർട്ട് കേട്ടോ, നല്ല തുണിയും നല്ല രസമുള്ള തുണിയായിരുന്നു കേട്ടോ. പിന്നെ കൈത്താനൊക്കെ ഉണ്ടായിരുന്നേ. ഈ ഒരു ഷോപ്പിൽ തന്നെ എല്ലാം കിട്ടും കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ.
തണുപ്പത്തൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന, വീട്ടിനകത്തിടാൻ പറ്റുന്ന ഒരു ചപ്പലാണ് കേട്ടോ. ഞാനിത് ടെമൂന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ചിലപ്പോഴൊന്നും നമ്മൾ ഷോപ്പിൽ വന്നാൽ ഇത് കാണാൻ പോലും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ടെമൂന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ഓഫർ പ്രൈസിൽ നമുക്ക് കിട്ടുമേ. പിന്നെ ഈ ഒരു മാല കണ്ടില്ല, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇത് ഫുള്ള് എത്ര 45 റിയാലാണ്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല രസമുള്ളൊരു മാല കേട്ടോ. പിന്നെ ഇതേ ഈ ബോ കണ്ടോ, നല്ല രസമുള്ള ബോ കേട്ടോ. തലയിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്ന ടൈപ്പ് ബോ കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ കെട്ടാണ്ട് ഇങ്ങനെ നിവർത്തിയിടുമ്പോഴത്തേക്കും ഈ ഒരു ബോ മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ബോ ആയിരുന്നേ. പിന്നെ കുറേ കമ്മലിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ അത്. റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി റിങ്ങുകളായിരുന്നു കേട്ടോ. പെട്ടെന്നൊന്നും കളർ പോകുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. കുറേ നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിങ്ങുകളായിരുന്നേ. എല്ലാം ഇങ്ങനെ കയ്യിലിട്ടാലും നിറഞ്ഞു കിടക്കുന്ന ടൈപ്പായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിത് ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം 19 റിയാലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ അല്ലികൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഒരെണ്ണം 5 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നല്ല റേറ്റാണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ, പേടിച്ചു പഠിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്കൊക്കെ ചിലപ്പോഴൊന്നും ഒരു ക്ലിയർ കാണാത്തത്. ഇതൊരു വലിയ മോളാണ് കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പൊ നോക്കി എല്ലാം കുറേയൊക്കെ അങ്ങ് അടച്ചിട്ടിരിക്കുവാണേ. ഇനി ഇതേ മേക്കപ്പ് ഐറ്റംസിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിറയെ മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസേ. ഇവിടെ ഒരുപാട് കൊറിയൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൊറിയൻ ഫൗണ്ടേഷൻ ആയിരുന്നേ. അതിൻ്റെ ഒരു റേറ്റ് തന്നെ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് നല്ലൊരു ഐറ്റം ആയിരുന്നേ ഇത്.
ഇതെല്ലാം നെയിൽ പോളിഷ് ആയിരുന്നു കേട്ടോ. ഇത് ഫൗണ്ടേഷൻ ആണ്. ഇതൊക്കെ ടെസ്റ്ററിന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് യോജിച്ചത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ടെസ്റ്ററാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും അവരതിൻ്റെ ഒറിജിനൽ എടുത്ത് തരുവേ. സത്യം പറഞ്ഞിട്ടില്ല, ഇവിടെ ഇരിക്കുന്നതിൽ പലതും എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നേരത്തെ കാണിച്ചില്ലേ കൊറിയൻ്റെ ഫൗണ്ടേഷൻ, അതാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നേ. ഇനി കൊറിയൻ ടൈപ്പ് ഇയറിങ്സ് കാണിച്ചു തരാവേ. ഇതെല്ലാം സ്റ്റഡാണ് കേട്ടോ, അല്ലാണ്ട് കൊറിയൻ ടൈപ്പ് നല്ല ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഇയറിങ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബാംഗിൾസ് ആണ്. ഈ ഒരു മാല കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ, നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു മാലയാണ് ഇത്. നല്ല രസമുള്ള മാല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ്റെ ഇയറിംഗ് എന്ന്, കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഇയറിങ്സ് കേട്ടോ. നമ്മുടെ കാതിലിടുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പേ. ഈ ഒരു ഇയറിംഗ് ഇങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇതെല്ലാം നമുക്ക് ഷോയ്ക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കുട്ട കണ്ടോ, നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കുട്ട കേട്ടോ. നല്ല രസമുള്ള കുട്ട കേട്ടോ അത്. ഇതൊക്കെ നമുക്ക് ഷോ പീസായിട്ടൊക്കെ വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. ഈ ഇരിക്കുന്ന കപ്പൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ.
ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ട് പൊക്കാൻ പറ്റുന്നില്ല. നല്ല വെയിറ്റ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല വെയിറ്റുള്ള കപ്പുകളായിരുന്നേ ഇതൊക്കെ. നല്ല വെറൈറ്റി കപ്പുകൾ കേട്ടോ. ഇതേ ഒരു ഷോ പീസ് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം നമുക്കത് ശരിയാക്കി എടുക്കാം. അടിപൊളി ഫ്രോക്കല്ലേ ഈ വൈറ്റ്. ഈ ഒരു വൈറ്റ് ഷർട്ടൊക്കെ നല്ല രസമുണ്ടല്ലേ. നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലേ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്ന് കുറച്ചു നേരം ഒന്ന് കറങ്ങാം കേട്ടോ. നമ്മളെ ഒരുപാടൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്തൊരു ഫീലിംഗ് ആണല്ലേ. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടമായി എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ ഒരു രസത്തിന്. എനിക്കിത് ഈ ഒരു പാവാട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇനി കൊറിയൻ ടൈപ്പ് ഒരു ഡ്രസ്സ് കാണിച്ചു തരട്ടെ ഞാൻ. ഇതാണ് കേട്ടോ ആ ഒരു ഐറ്റം.
നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്നെപ്പോലെ നിങ്ങളും ആ ഷോപ്പിൽ വന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ് തോന്നുന്നില്ലേ? അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അടിപൊളി ബാഗല്ലേ ഇത്. ഞാനിങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുവാണേ. കാര്യം എന്താ എടുക്കേണ്ടത് ഏതാ എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അത്രമാത്രം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആകെ കൺഫ്യൂഷനാണ്. ഏതെടുക്കണം എവിടെയാ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ഇവിടെ. ഇനി നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ കൊണ്ട് നടക്കുന്ന ബാഗ് കണ്ടോ? ഹാൻഡ് ബാഗ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ നോമ്പൊക്കെ അല്ലേ വരുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഒരു ഹാങ്ങിങ് ലൈറ്റ് കാണിച്ചു തരട്ടെ. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ആ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ ഷോപ്പിൽ കയറി നോക്കാവേ.
ഈ ഒരു ഫ്രോക്ക് എങ്ങനെയുണ്ട്? പ്യൂർ വൈറ്റ് ആണ് കേട്ടോ, കാണാൻ അടിപൊളിയായിട്ടുണ്ടേ. ഈ ഒരു ബാഗ് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇട്ടോണ്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കുമല്ലേ, അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് കേട്ടോ അത്. ഈ ഒരു ബാങ്കിൽ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കിയത്. പെട്ടെന്നൊന്നും അത് വെളുക്കത്തൊന്നുമില്ല കേട്ടോ, കറക്കുകയില്ല വെളുക്കയില്ല, അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഒരു ബാങ്കിലേ അത്.
ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് ഒന്ന് പോവാം കേട്ടോ. ഞാനിതിപ്പോൾ പോയപ്പോൾ കുട്ടികളെ എവിടെ ആക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് ഈ ഒരു പ്ലേ സ്റ്റേഷനിലാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പോയതേ. ഇവർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. അവിടെയും പോയി പിടിച്ച് ഇവിടെയും പോയി പിടിച്ച് ആകെ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി ആകെ ഒരു അലമ്പാക്കും കേട്ടോ. അപ്പം അതെ ഇവിടെ ആക്കിയിട്ട് പോയതുകൊണ്ട് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റി കേട്ടോ. അവരിതേ ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും അവരെന്തോ മുഖത്ത് പെയിന്റ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഏറ്റവും മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി ഇവിടെയുള്ള കുറച്ച് റൈഡുകൾ കാണിച്ചു തരാവേ. ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം നമ്മുടെ തിരുവനന്തപുരം ലുലുവിലൊക്കെ ഉണ്ടല്ലേ, സീറോ ഗ്രാവിറ്റി. പിന്നെ ഇത് കണ്ടോ, ഇവര് തിരിച്ചിറങ്ങുമ്പോൾ അവരുടെ കുടലൊക്കെ ആ യഥാസ്ഥാനത്ത് കാണുമെന്തോ കേട്ടോ. അത്രയ്ക്ക് കാണുമ്പോൾ തന്നെ തല ഇറങ്ങുമായിരുന്നേ. ഓഹോ, ഇതിപ്പോ മൊത്തത്തിൽ കൂട്ടിയടിയായല്ലോ അടച്ചോരല്ലേ. അപ്പം ഞാൻ ഈ ഒരു മോള് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും നടന്ന് തളർന്നതല്ലേ, അപ്പോഴേക്കും ഇക്കായം വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഐസ്ക്രീമും ഷവർമയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ഷവർമയും ഐസ്ക്രീമും ഒക്കെ അകത്താക്കിയിരുന്നപ്പോഴത്തേക്കും മക്കളും കളി കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കും കൂടെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷവും അടുത്ത ഒരു വ്ലോഗൊക്കെ ആയിട്ട് ഇനി കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എന്താ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.